ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സുസ്വാഗതം. നവകേരളത്തിലേക്കുള്ള പുതിയൊരു ചവിട്ടുപടിയായിട്ടാണ് ഈ ബഡ്ജറ്റിനെ ലോകം വിലയിരുത്തുന്നത്. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി പ്രതിപക്ഷ ഗവൺമെന്റ് എന്ന നിലയിൽ പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ ബദൽ മുന്നോട്ടേക്ക് വെക്കുന്ന ഗവൺമെന്റ് എന്ന നിലയിൽ കേരള ഗവൺമെന്റിനെ വലിയ രീതിയിൽ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുമ്പോഴും ഈ പ്രതികൂല സാമ്പത്തിക അവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് കേരളം മുന്നേറും എന്നതിൻ്റെ നിശ്ചയദാർഢ്യം, അതിൻ്റെ സാക്ഷ്യപത്രമാണ് ഈ ബഡ്ജറ്റ്. അതിദാരിദ്ര്യം അവസാനിപ്പിച്ച കേരളം ദാരിദ്ര്യം തന്നെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുകയാണ്. ഈ ബഡ്ജറ്റിലും അതിൻ്റെ സമീപനം അതുതന്നെയാണ് പ്രധാനമായിട്ടും. ഇന്ത്യ ഗവൺമെന്റ് ആഗോളവൽക്കരണ നിലപാടുകൾ അംഗീകരിച്ച് കേരളത്തിലെ ഏതാണ്ട് 30% വരുന്ന ജനങ്ങളുടെ ജീവിതം താരതമ്യേന പുറകോട്ട് പോകുന്ന സാഹചര്യത്തിലൂടെ പോകുമ്പോഴാണ് LDF സർക്കാർ നേരെ വിപരീത ദശയിൽ എങ്ങനെ ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ഈ 30% ജനതയെ മുന്നോട്ടേക്ക് നയിക്കാം എന്ന ആസൂത്രിതമായ ഇടപെടലിലൂടെ ഈ കഴിഞ്ഞ 10 വർഷക്കാലം മുമ്പോട്ടേക്ക് നീങ്ങിയിട്ടുള്ളത്. ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. ഈ ജനവിഭാഗങ്ങളെ ആകെ കൈപിടിച്ചുയർത്തി അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനാണ്, എന്ന് പറഞ്ഞാൽ ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ ശ്രമം. ഇടതുപക്ഷം എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതാണ്. എന്താണ് ഇടതുപക്ഷം എന്നുള്ള ചോദ്യമുണ്ട്. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഇന്ത്യയിലെ ഭരണവർഗം, അത് പഴയ കോൺഗ്രസും ഇപ്പോഴും കോൺഗ്രസ് ഭരണവർഗം തന്നെയാണ്, അതേപോലെ തന്നെ BJPയും ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരായി അദാനിമാരെയും അംബാനിമാരെയും രൂപപ്പെടുത്താനുള്ള കൊണ്ടുപിടിച്ച ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ആ വർഗം. അവരുടെ താല്പര്യമാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം. കുത്തക മുതലാളിമാരുടെ താല്പര്യം, ശതകോടീശ്വരന്മാരുടെ താല്പര്യം. എന്നാൽ എന്താണ് ഇടതുപക്ഷം എന്ന ചോദ്യം ചിലർ ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി ഞാൻ പറയാ. ഇടതുപക്ഷം ഈ ദിശയിൽ നിന്ന് മാറി സമൂഹത്തിലെ ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ജനതയുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കുക എന്നുള്ളതാണ്. അതാണ് അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സാമൂഹ്യ ജീവിതത്തിന് അത്യാവശ്യമായി വരുന്ന പശ്ചാത്തല സൗകര്യം ഉൾപ്പെടെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള സേവന മേഖലയിലുള്ള ഇടപെടൽ ഉൾപ്പെടെ എല്ലാം വർഗ വീക്ഷണത്തോടെ, എന്ന് പറഞ്ഞാൽ ശതകോടീശ്വരന്മാർക്ക് വേണ്ടിയല്ല, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. പദപ്രയോഗത്തിലൂടെയല്ല ഇടതുപക്ഷം എന്ന് പറയുന്ന അതിൻ്റെ ചരിത്രപരമായ ദൗത്യം നിർവഹിക്കാനാവുക. ഈ വർഗക്കൂറോടുകൂടിയാണ്, ഈ വർഗപരമായ നിലപാടോടുകൂടിയാണ്. കോൺഗ്രസ് ആയാലും BJP ആയാലും അവരുടെ വർഗ നിലപാട് എല്ലാ കാലത്തും സുവ്യക്തമാണ്. ഭൂപ്രഭുത്വവുമായി സന്ധി ചെയ്യുന്ന, ഫിനാൻസ് മൂലധനവുമായി അടിക്കടി ബന്ധപ്പെട്ടുകൊണ്ടുള്ള
ഇന്ത്യയിൽ തന്നെ കുത്തക മുതലാളിമാരുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ നേതാവാണ് ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ. അതിൻ്റെ തന്നെ തുടർച്ചയിലാണ് ഒരേ വർഗ നിലപാട് സ്വീകരിക്കുന്നവരാണ് BJP-ക്കാർ. ഇത് മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങളാണ് ഇടത് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന വായ്ത്താരിക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്ന കാര്യം ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പറയുകയാണ്. ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതെ നൽകുന്നതിനോടൊപ്പം ആശമാർ, അംഗൻവാടി ജീവനക്കാർ, പ്രീ പ്രൈമറി അധ്യാപകർ, സാക്ഷരതാ പ്രേരകുമാർ, സ്കൂൾ പാചക തൊഴിലാളികൾ, ഗിഗ് തൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങി എല്ലാവരോടുമുള്ള കരുതൽ ഈ ബഡ്ജറ്റിൽ കൃത്യമായി ധനകാര്യ വകുപ്പ് മന്ത്രി കണ്ടിരിക്കുകയാണ്. എല്ലാ സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഉറപ്പിച്ചു നിർത്തുന്ന നടപടികളായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം വർഗഭീഷണത്തോടെ ഈ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. വയനാട്ടിലെ മുണ്ടക്കൈ ദുരന്തത്തിൽ, ചൂരൽമല ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരുടെ ബാങ്ക് വായ്പ ഹൈക്കോടതി പറഞ്ഞിട്ടും കേന്ദ്ര സർക്കാർ എഴുതി തള്ളിയില്ല. കേന്ദ്ര സർക്കാർ അന്ന് തന്നെ തീരുമാനിച്ചതിന്റെ ഭാഗമായി എഴുതി തള്ളുമെന്ന് ബജറ്റിലൂടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോഴും. അന്ന് തന്നെ സംസ്ഥാന ബാങ്ക്, കേരള ബാങ്ക്, അവരുടെ കടം എഴുതി തള്ളാനുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ അഭ്യർത്ഥന അംഗീകരിച്ചിട്ടുണ്ട്. ആ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ കോടതി പറഞ്ഞിട്ട് പോലും കേന്ദ്ര ഗവൺമെന്റ് ആ നിലപാട് സ്വീകരിച്ചില്ല എന്നുള്ളതാണ് കാണാനാവുക. ബിരുദ പഠനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത് വിജ്ഞാന സമൂഹം, വിജ്ഞാന സമ്പദ് വ്യവസ്ഥ. വിജ്ഞാന സമൂഹം എന്ന രീതിയിൽ കേരളത്തിന് കൂടുതൽ ദ്രുതഗതിയിൽ മുന്നോട്ടേക്ക് പോകാൻ ഇപ്പോഴ് +2 വരെയാണ് സൗജന്യമായിട്ടുള്ളതെങ്കിൽ ഇനി ബിരുദ പഠനം സൗജന്യമാക്കുക എന്നത് ഇന്ത്യയിൽ മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിലേക്കാണ് നമ്മൾ ആ ചുവടുവെപ്പോടെ നീങ്ങുന്നത്. എല്ലാവരെയും സാക്ഷരരാക്കിയിട്ടുള്ള സംസ്ഥാനത്ത് സ്കൂൾ പഠനം മുമ്പ് തന്നെ സൗജന്യമാണ്. ഇനിയിപ്പോൾ ബിരുദ പഠനവും സൗജന്യമാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഉന്നം. ബിരുദ പഠനം സൗജന്യമാക്കുന്നതോടെ എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസം പ്രാപ്യമാക്കുന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഗവേഷണ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പും മാധ്യമപ്രവർത്തകരുടെ പെൻഷനും വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരോടുള്ള സർക്കാരിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും നിർവഹിക്കുമെന്ന് നേരത്തെ നൽകിയ വാഗ്ദാനം ഇപ്പോഴും പാലിക്കുകയാണ്. DA കുടിശ്ശിക മുഴുവൻ നൽകുമെന്നും അഷ്വേർഡ് പെൻഷൻ സംവിധാനം ഇപ്പോ ജീവനക്കാർ ഉൾപ്പെടെ ആവശ്യപ്പെട്ട കാര്യമാണ്, നടപ്പിലാക്കും എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ കേരളത്തോട് ശത്രുതാപരമായ മനോഭാവമാണ് കൈകാര്യം ചെയ്യുന്നത്. ഏതാണ്ട് 2 ലക്ഷത്തോളം കോടി ഉറുപ്പിക വിവിധ ഇനങ്ങളിലായി നമുക്ക് നൽകുന്നില്ല എന്നുള്ള സത്യം. അതേപോലെ തന്നെ ഈ പ്രതികൂല സാഹചര്യത്തിലും ജീവനക്കാരുടെ DA ഉൾപ്പെടെ, പെൻഷൻകാരുടെ DA ഉൾപ്പെടെ കൊടുത്തു തീർക്കും. അതിനാവശ്യമായ കരുതൽ ഗവൺമെന്റ് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് പറയുകയുണ്ടായി. റോഡ് അപകടത്തിൽപ്പെട്ട് ചികിത്സ തേടുന്നവർക്ക് ഇതൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. കാരണം റോഡിൽ കിടക്കുന്നവരെ ആശുപത്രിയിലേക്ക് നീക്കുക എന്നുള്ളത് പോലും പലപ്പോഴും അതിൻ്റെ അനന്തര സാമ്പത്തിക ബാധ്യത ഓർത്ത് പലരും തയ്യാറാവുന്നില്ല. അപ്പോൾ ആദ്യത്തെ 5 ദിവസം പണരഹിത ചികിത്സ
വളരെ വ്യക്തമായ പദ്ധതിയോടുകൂടി നടപ്പിലാക്കാൻ ഇപ്പോൾ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലക്ക് ബജറ്റിൽ പുതിയ മുൻഗണന നൽകുന്ന സാഹചര്യത്തിൽ ഇതുകൂടി ഇപ്പോൾ വ്യക്തമായി നടപ്പിലാക്കും. 5 ദിവസം പണരഹിത ചികിത്സ ഈ അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് നൽകും എന്നിപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. പശ്ചാത്തല സൗകര്യ മേഖലയിലും വലിയ തോതിലുള്ള പുരോഗതിയും മുന്നോട്ടുള്ള യാത്രയുമാണ് ബഡ്ജറ്റ് മുന്നോട്ടേക്ക് വെക്കുന്നത്. റോഡുകൾക്കും പാലങ്ങൾക്കും മതിയായ തുക അനുവദിച്ചു. 2269 കോടി രൂപ ചെലവിൽ വയനാട് തുരങ്കപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. തുരങ്കം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പണി തുടങ്ങി. ഇനി കട്ടപ്പന തേനി തുരങ്കപ്പാതയുടെ പ്രാരംഭ പ്രവർത്തനത്തിന് ഗവൺമെന്റ് ഫണ്ട് അനുവദിച്ചിരിക്കുകയാണ്. കാർഷിക വ്യാവസായിക മേഖലകളിലും IT അനുബന്ധ മേഖലകളിലും വികസന കുതിപ്പിന് സഹായകമാകുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളം മാത്രമല്ല, മലയാളികൾ ലോകത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിലുണ്ടോ അവരെല്ലാം വിശദമായിട്ട് ചർച്ച ചെയ്യുന്ന നവകേരളത്തിലേക്കുള്ള കേരളത്തിന്റെ ഈ പുതിയ ബഡ്ജറ്റ്. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.